എല്ലാവർക്കും നല്ല നമസ്കാരം. വളരെ സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു സായാഹ്നത്തിന് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. സന്തോഷത്തിന്റെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള മലയാള സിനിമയുടെ ഭാഗമാകാൻ ഒരുങ്ങുകയാണ്. ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു മനോഹര സിനിമയാണ്. നമ്മള് ഈ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറങ്ങിയപ്പോഴും പാട്ടിറങ്ങിയപ്പോഴും ഒക്കെ കണ്ടതാണ്. എത്ര മനോഹരമായിട്ടാണ് അത് വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. സോ ലീഡീസ് ആൻഡ് ജെന്റിൽമെൻ, എല്ലാവരും പ്രതീക്ഷിക്കുന്ന, കാത്തിരിക്കുന്ന, മലയാള സിനിമയുടെ ഭാഗമാകാൻ ഒരുങ്ങുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ ഓഡിയോ ലോഞ്ചിന്റെ ഒഫീഷ്യൽ സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. വന്നിട്ടുള്ള നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാവരെയും നിറഞ്ഞ മനസ്സോടുകൂടി ആദ്യം തന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള അഭിനേതാക്കളെ, കാസ്റ്റ് ആൻഡ് ക്രൂ, അമേസിംഗ് കാസ്റ്റ് ആൻഡ് ക്രൂ, അവരെ ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബ്ലെസ്സ സർ, ദിലീപ് ചേട്ടൻ ആൻഡ് ലിസ്റ്റിൻ സർ, അജിത് വിനായക സർ, ഒരുപാട് പേരെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി ഈ സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന ഞാൻ എല്ലാവരുടെയും പേരിൽ നിറഞ്ഞ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. Thunderous round of applause for a wonderful star, ladies and gentlemen. Thank you so much. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ സിനിമ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മൾ പലപ്പോഴും സിനിമയിൽ നിൽക്കുമ്പോഴും സിനിമയുടെ പുറത്താണെങ്കിലും കേൾക്കുന്ന, അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരുപാട് വ്യക്തികളുടെ സ്വപ്നവും പ്രതീക്ഷയും കഷ്ടപ്പാടുമാണ്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല. ഒരുപാട് വ്യക്തികളുടെ പ്രതീക്ഷയാണ്, ഒരുപാട് വ്യക്തികളുടെ കഠിനാധ്വാനമാണ്, ആഗ്രഹമാണ് മലയാളത്തിലേക്ക് ഇന്ന് മലയാളികൾ ചർച്ച ചെയ്യുന്ന, യുവത്വം ചർച്ച ചെയ്യുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ത്രെഡ് എടുത്ത് മലയാളികൾക്ക് മുന്നിലേക്ക് ഏറ്റവും മനോഹരമായി അവതരിപ്പിക്കുന്ന യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയുടെ ഈ ഒരു വലിയ ആഘോഷത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഈ ഒരു സിനിമ പൂർണ്ണമാകണമെങ്കിൽ നല്ലൊരു ത്രെഡ് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, മറിച്ച് നല്ല ഒരു അമരക്കാരൻ ഉണ്ടാവണം, അല്ലെ? എല്ലാ സിനിമയെയും മുന്നോട്ട് നയിക്കുന്ന ഡയറക്ടർ എന്ന് പറയുന്ന ഏറ്റവും നേതൃത്വ പാഠവുമുള്ള, എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാനും എല്ലാത്തിനെയും ഒരുമിച്ച് ചേർക്കാനും കഴിവുള്ള നമ്മുടെ സിനിമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഡയറക്ടർ അരുൺ വൈഗ. അദ്ദേഹത്തിന് ഒരു നല്ല ക്ലാപ്സ് കൊടുക്കാം. ബിക്കോസ് he deserves a big round of applause and a big congratulations sir. Of course സാറിനെ സംബന്ധിച്ചിടത്തോളം ഉപചാരപൂർവ്വം ഗുണ്ടാജയനും ചെമ്പരത്തിപ്പൂവിന് ശേഷം ഇറങ്ങുന്ന ഒരു അടിപൊളി മലയാളം സിനിമ. സാർ ഒരിക്കൽ കൂടി ഒരു നല്ല കൈയടിയാവാം. ഇനിയും ഒരുപാട് നല്ല സിനിമകൾ അദ്ദേഹത്തിൽ നിന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടും നൽകി എന്ത് വേണമോ അതെല്ലാം ചെയ്തു തരാൻ റെഡിയാണ് നമ്മൾ എന്ന് പറഞ്ഞു നിന്ന 3 വ്യക്തികളുണ്ട്. അവരില്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ സംഭവിക്കുമായിരുന്നില്ല. ഒരുപാട് സ്നേഹത്തോടെ ഈ നിമിഷത്തില് സജീവ് സർ, ഒപ്പം തന്നെ അലക്സാണ്ടർ മാത്യു, ഇവര് 3 പേരെയും ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു നിമിഷം കൂടിയാണിത്. കാരണം അവരുടെ അകമഴിഞ്ഞ സപ്പോർട്ടും അവരുടെ ഒരു വലിയ പ്രോത്സാഹനവും ഒപ്പം തന്നെ സിനിമ എന്ന ക്രാഫ്റ്റിനോടുള്ള അവരുടെ ഏറ്റവും വലിയ പ്രണയവുമാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള സംഭവിക്കാൻ കാരണമായിട്ടുള്ളത്. ബേസിക്കലി ഇവർ രണ്ടുപേരും, ആൻഡാനും സജീവ് സാറും ഓൺട്രപ്രനേഴ്സ് ആണ്. ബട്ട് അവർക്ക് സിനിമയോടുള്ള പ്രണയത്തെ പ്രതിയാണ്. ഇപ്പോ പ്രണയം എന്ന മനോഹരമായിട്ടുള്ള സിനിമയ്ക്ക് ശേഷവും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഖൽബ് എന്ന സിനിമയ്ക്ക് ശേഷവും ഗോളത്തിന് ശേഷവുമുള്ള മനോഹരമായ സിനിമയായിട്ടുള്ള യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നത്. ഇവര് 3 പേരെയും പ്രത്യേകമായിട്ടൊന്ന് പരിചയപ്പെടുത്തട്ടെ. ആൻഡ് as I said earlier, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രഞ്ജിത്ത് സജീവിന്റെ 4ാമത്തെ സിനിമയായിട്ടാണ്, നായകനാകുന്ന 4ാമത്തെ സിനിമയായിട്ടാണ് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള പുറത്തിറങ്ങാൻ പോകുന്നത്. ഒട്ടും സമയം കളയാതെ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലീഡറിന്റെ വായിൽ നിന്ന് അദ്ദേഹത്തിന് നമ്മളോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്നുള്ളത് കേട്ടുകൊണ്ട് തുടങ്ങാൻ പോവുകയാണ്. നിറഞ്ഞ മനസ്സോടെ ഒരുപാട് സ്നേഹത്തോടു കൂടി ദി ക്യാപ്റ്റൻ ഓഫ് ദി ഷിപ്പ് മിസ്റ്റർ അരുൺ വൈഗ, അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോ എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലൗസ് ladies and gentlemen. ഗുഡ് ഈവനിങ്. കുറച്ച് ലേറ്റായി, അതിനെല്ലാവരോടും ക്ഷമ ചെയ്യുക. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എൻ്റെ 3ാമത്തെ സിനിമയാണ്. കഴിഞ്ഞ സിനിമ
ഉപചാരപൂർവ്വം കൊണ്ട് ചെയ്യുന്ന സിനിമയാണ്. സൈജു കുറുപ്പിയായിരുന്നു നായകൻ. ശൈശറിന് എത്താൻ കുറച്ച് ലേറ്റ് ആവും. എനിക്ക് എന്താണ് സംസാരിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല, ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എന്തായാലും ഇങ്ങനൊരു വേദിയിൽ എനിക്കിവിടെ നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് ആൾക്കാരെ ഓർക്കേണ്ട ഒരു സമയമാണത്. നന്ദിയാണ് അലക്സ് സാർ, സജീവ് സാർ, ആൻഡ് മാഡം. ഒരു സബ്ജക്റ്റ് കേട്ടിട്ട് അവര് എസ് പറഞ്ഞതിന്റെ പേരിലുണ്ടായ സിനിമയാണ്. എന്നെക്കാളൊക്കപ്പുറം എന്നെ ഇതിലേക്ക് എത്തിച്ച എൻ്റെ അച്ഛനെ തുല്യം പോലെ ഞാൻ കാണുന്ന ഏറ്റവും ബഹുമാനിക്കുന്ന മനുഷ്യൻ ജോലിച്ചേർന്ന് വലിയൊരു നന്ദി. പിന്നെ ഇത്രയും ഷോർട്ട് ടൈമിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ കുറച്ച് ദിവസം തന്നെയാണ് അത് പ്ലാൻ ചെയ്തത്. റിലീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഇവിടെ കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. കാര്യം പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന ആൾക്കാരാണ്. ഷറഫ് ഭായിനൊക്കെ ഇന്ന് വിളിച്ചിട്ട് വന്നാൽ അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് നന്ദി എല്ലാവരോടും. ദിലീപേട്ടനോടും, ജോണി ചേട്ടനോടും, ബ്ലിസ് സാറിനോടും, ലിസ്റ്റിൻ ചേട്ടനോടും, അജിത് സാറിനോടും, മനോജ് ചേട്ടനോടും, പിന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും എല്ലാവരോടും, സിജുഭായി, അരുൺ ചേട്ടൻ, എടുത്തു പറയാനുള്ള ബാക്കിയെല്ലാം, പോൾ സാറ്, എല്ലാവരോടും ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മൂന്നാമത്തെ പടം ചെയ്യാൻ പോകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ചലഞ്ച് എൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റാണ്. കാരണം ഇതില് കുറച്ച് സെക്കൻഡ് ഹാഫ് കുറച്ച് മ്യൂസിക്കലി ബിൽഡപ്പ് ചെയ്ത ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വേറെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സിനെ ഇങ്ങനെ നോക്കി. വളരെ യാദൃശ്യമായിട്ടാണ് ശബരിമയുടെ ഒരു വീട്ടിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ ബ്രദർ രാജേഷ് മുരുകേശനെ പരിചയപ്പെടുന്നത്. നമുക്കറിയാം പ്രേമം സിനിമ ഇവിടെ ഉണ്ടാക്കിയ ഒരു ഓളം അത് കഴിഞ്ഞിട്ട് വേറെ സിനിമയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയമാണ്. അത്രയും അതിൽ ഏറ്റവും ഹിറ്റ് ആയതിലെ പാട്ടുകളാണ്. ശരിക്കും പറഞ്ഞാൽ പ്രേമം ടീം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളിതിനെ മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്. കാരണം ഇതിൻ്റെ എൻ്റെ പ്രേമത്തിലെ ഡയറക്ടർ അൽഫോൺസ് പുത്രൻ, പുള്ളി ഒരു ഗസ്റ്റ് റോൾ ചെയ്യുന്നത്. രാജേഷ് മുരുകേശനാണ് മ്യൂസിക്, പിന്നെ ശബരി ശോഭയാണ് ലിറിക്സ്, സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദാണ്. ഇപ്പോ ഷറഫ് ഭായി, സിജു ഭായി ഒക്കെ വന്ന പദങ്ങൾ പൂർണ്ണമായി. അപ്പോൾ ഈ സിനിമയിൽ എൻ്റെ ആദ്യത്തെ സിനിമ അത്ര വലിയ വിജയമൊന്നുമില്ലായിരുന്നു. ആരും അറിയത്ത് കൂടിയില്ല എന്നാണ് സിനിമ. എൻ്റെ പ്രിയപ്പെട്ട സിനിമയാണത്. രണ്ടാമത്തെ സിനിമ കൊണ്ടുവച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ ഒന്ന് പോയി. എന്നിട്ടും മൂന്നാമത്തെ സിനിമയിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ വന്ന രാജേഷ് മുരുകേശന് പ്രത്യേകം ഒരു താങ്ക്സ് പറയണം. രാജേഷിന്റെ പരിപാടികൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ഒരു കോൺഫിഡൻസുമാണ് അതില്. അപ്പോ രാജേഷിന്റെ പ്രോഗ്രാമാണ് ശരിക്കും ഓഡിയോ ലോഞ്ചാണ്. പാട്ടുകളെല്ലാം ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ നിങ്ങളെ കേൾപ്പിക്കണം, ഇത്രയും പെട്ടെന്ന് കേൾപ്പിക്കണം എന്നുള്ളൊരു സന്തോഷത്തിലാണ്. പിന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്ന എൻ്റെ നായകൻ രഞ്ജിത്ത് സജീവ്. ആദ്യം കഥ കേട്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായില്ല എന്ന് പറഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ട് ആളാണ്. പിന്നെ ഈ പരിപാടി എനിക്ക് വർക്കാവില്ല, എനിക്ക് സുഖമാവില്ല. പിന്നെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, സ്ക്രിപ്റ്റിൽ കുറച്ച് കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ആ മനുഷ്യരിലേക്ക് ഇന്നാക്കിയത്. എന്തായാലും രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു ഇതിന് മുൻപുള്ള സിനിമ ഗോളായിരുന്നു. ഇതിലൊരു പോലീസ് ഓഫീസറുടെ ക്യാരക്ടറായിരുന്നു. പക്ഷെ ഇതില് ഒരാഗ്രഹം ഉണ്ടായിരുന്നു രഞ്ജിത്തിന് ഒരു മലയാളിയായിട്ട് ഒന്ന് കാണിക്കണം എന്നുള്ളത്. അത്യാവശ്യം ഒരു മലയാളിയായിട്ട് തന്നെ എനിക്ക് ചെയ്യിക്കാൻ പറ്റിയതൊന്നും. അതിനേക്കാൾ അപ്പുറത്ത് രഞ്ജിത്ത് നന്നായിട്ട്, അത് ഞാൻ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് പറയേണ്ട കാര്യമാണ്, എന്നാലും എൻ്റെ ഒരു കോൺഫിഡൻസ് ഞാൻ പറയുന്നു, അഹങ്കാരമായിട്ട് എടുക്കരുത്. രഞ്ജിത്ത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതിലെ ഹീറോയിൻ സാരിംഗ് ശ്യാമാണ് അതിലെ ഹീറോയിൻ. പുള്ളിക്കാരി ഒരു സ്ട്രീറ്റ് ഓഫ് ക്ലാസിക്കലോ അങ്ങനത്തെ പരിപാടി പറഞ്ഞൊരു വലിയ കൊറിയോഗ്രാഫറൊക്കെയാണ്. അപ്പോൾ അവര് ആണ് അതിലെ ഹീറോയിൻ. എനിക്ക് എൻ്റെ എല്ലാ രീതിയിലും ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് സാരിംഗി. പിന്നെ റോണി, ഡോക്ടർ റോണി, ജോണിച്ചാനെ പറ്റി പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാനുള്ള. പിന്നെ മഞ്ജുള്ള ചേച്ചി, ഇന്ദ്രൻസിയെന്ന് വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ലാസ്റ്റ് വന്ന ആളാണ് മനോജ് കെ ചേട്ടൻ. ചേട്ടനും ഈ പറഞ്ഞ പോലെ ചേട്ടൻ്റെ ക്യാരക്ടർ സസ്പെൻസ് ആയതുകൊണ്ട് അങ്ങനെ അതിനെ കുറിച്ച് പറയുന്നില്ല. അത് തിയേറ്ററിൽ തന്നെയാണ് ചേട്ടൻ സപ്പോർട്ട് ചെയ്തത്. നന്ദി. എനിക്ക് ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് ഞാൻ ഫസ്റ്റ് കൂടെ ഇങ്ങനെ ചെയ്യണം. അപ്പൊ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും ഭാഗത്ത്. എന്തായാലും എല്ലാവർക്കും, ഈ വന്ന എല്ലാവർക്കും, മീഡിയ, എൻ്റെ ഫ്രണ്ട്സ്, സുഹൃത്ത്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സിനിമ ചെയ്യുന്നതാണ് DOP. ഒരുമിച്ച് കിടന്നുറങ്ങി അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്ത പടമാണ്. കിരൺ റാഫേൽ ചീഫ് എസ്റ്റേറ്റ്. എല്ലാവരും ഇങ്ങനെ എടുത്ത് പറയാനുള്ള പടം എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ്. എന്തായാലും എല്ലാവരും വെൽക്കം ചെയ്യണം. നമുക്ക് പരിപാടിയിലേക്ക് പോകാം, പാട്ടുകൾ കാണാം. മുരുകൻ കാട്ടാക്കട ഇവിടെ എത്തേണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് ഇവിടെ നിർത്താൻ പറ്റിയില്ല. ഓക്കെ, പറഞ്ഞോ. താങ്ക് യു. താങ്ക് യു സോ മച്ച് അരുൺ ചേട്ടൻ. ഇനിയും ഒരുപാട്
ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളെ വെച്ച് മലയാളത്തില് എന്നും പ്രതീക്ഷകൾ നൽകുന്ന സിനിമകൾ എടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമ സംഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള 3 വ്യക്തികളുണ്ട്. അവർ വേദിയിൽ വരാതെ ഈ ഒരു നിമിഷം പൂർണ്ണമാവില്ല. ഒരുപാട് സ്നേഹത്തോടു കൂടി സിനിമയെ അത്രയേറെ സ്നേഹിക്കുന്ന, ബിസിനസ്സായി മാത്രം ഇതിനെ കാണാതെ ഒരു കലാരൂപം എന്ന് കണ്ട് സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് അവരെടുത്തിട്ടുള്ള സിനിമകൾ അത്രയും സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കുന്ന ഒരു വലിയ ഷോയാണ്. കുറച്ച് എക്സൈറ്റ്മെന്റ് എന്നിട്ടാണ് എനിക്ക് ദിലീപേരനെ പറ്റി ഒന്നും പറയാൻ പറ്റിയില്ല. സോറി. ഞാൻ ആക്ച്വലി ദിലീപേരന് വേണ്ടി ഒരു കഥയൊക്കെ റെഡി ആക്കിയിട്ട് പുറകെ കിടക്കുന്ന ആളാണ്. അപ്പോ ഇന്നലെ അലക്സ് സാറ് ചേട്ടാ ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്, ക്ഷമിച്ചേക്കണം. എന്തായാലും അലക്സ് സാറാണ് ദിലീപേട്ടനെ വിളിച്ചത്. അത് ഇതിന്റെ വോയിസ് നോട്ട് അയച്ചിട്ടുണ്ടായി. ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല ദിലീപേട്ടൻ വരുന്നുള്ളത്. പക്ഷെ എന്റെ ബിൻഡോനെ വിളിച്ചു പറഞ്ഞു. ബിൻഡോ ഇപ്പൊ ദിലീപേട്ടന്റെ പ്രിൻസ് ഫാമിലി പടത്തിന്റെ ഡയറക്ടറാണ്, എന്റെ അസോസിയേറ്റ് ആണ് ബിൻഡോ. അതുകൊണ്ട് ബിൻഡോയെ വിളിച്ച് അപ്പോൾ ദിലീപേട്ടൻ ഇന്ന സ്ഥലത്തുണ്ട്, പക്ഷെ അരുണ ഉറപ്പായിട്ട് ദിലീപേട്ടൻ വരും, അത് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ വരുന്നു. അങ്ങനെ വന്ന് ഇവിടെ എനിക്ക് സന്തോഷം. സോറി കേട്ടോ, ഒരുപാട് സോറി. ഞാൻ ബ്ലിസ് സാറിന് ആദ്യമായിട്ട് പരിചയപ്പെടുന്ന പ്രേമർ എന്ന് പറഞ്ഞ സിനിമ തൃപ്പൂണിത്തുറയില് മാർക്കറ്റില് ലോഡ്ജിന്റെ ഷൂട്ടിൽ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ലൈഫിലൊരു ഡയറക്ടറോട് സംസാരിക്കുന്നത് ബ്ലിസ് സാറിനടുത്താണ്. അപ്പൊ എന്റെ ഓഡിയോ ലോഡ്ജിന് സാറിനോട് ഒരുപാട് താങ്ക്സ്. സോറി. ശരി. അനുജയുടെ എക്സൈറ്റ്മെന്റ് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്റെ കാര്യമാണ്. ഒരുപാട് സ്നേഹത്തോടു കൂടി അവരെ 3 പേരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി വെൽക്കം ചെയ്യാനായിട്ടുള്ള സമയമാണ്. നമ്മുടെ മലയാള സിനിമയ്ക്ക് ഏറ്റവും നല്ല സിനിമകൾ സമ്മാനിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ തുടങ്ങിയ 2 വ്യക്തികൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഓൺട്രപ്രണർഷിപ്പിൽ നിന്ന് സിനിമയോടുള്ള പ്രണയത്തെ പ്രതി സിനിമ എടുക്കാൻ ആരംഭിച്ചു. പ്രണയത്തിൽ നിന്ന് തന്നെയാണ് ഇവരുടെ സിനിമ ആരംഭവും. ഇപ്പോൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയിൽ അത് എത്തി നിൽക്കുന്നു. നിറഞ്ഞ മനസ്സോടെ ഒരുപാട് സ്നേഹത്തോടു കൂടി, ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ആൻ മാമിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പൂയപ്പള്ളി ഫിലിംസും ഫ്രാഗ്ലന്റ് നേച്ചർ ഫിലിം ക്രിയേഷൻസും ഒരുമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ വേദിയിലേക്ക് ഇവരെ 3 പേരെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആൻ മാമിനെ സംസാരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ആൻ സജീവ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. എല്ലാവർക്കും നമസ്കാരം. ഇത്രയും മനോഹരമായ ഒരു വൈകുന്നേരം എല്ലാവരും ഒത്തുകൂടി ഞങ്ങളുടെ 7ാമത്തെ പ്രൊഡക്ഷൻ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ഓഡിയോ ലോഞ്ചിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി നമസ്കാരം പറയുന്നു. I would like to invite Sajeev and Alex on stage with me. ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് എത്തിയേക്കുന്ന ഇൻഡസ്ട്രിയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ്, കൊലീഗ്സ്, ഞങ്ങളുടെ ഡിയർ ഫ്രണ്ട്സ്, മീഡിയ ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങൾ 3 പേരും ഓൺ ബിഹാഫ് ഓഫ് ദി പ്രൊഡ്യൂസേഴ്സ് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരുപാട് ലേറ്റായി, കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഈ ഒരു സിനിമയുടെ ഒരു തുടക്കം അത് വളരെ എന്താ പറയുക, വ്യത്യസ്തമായ ഒരു പ്രമേയം നമ്മൾ ഈ സിനിമയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഈ വയലൻസും മറ്റു കാര്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നിടത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കോണ്ടന്റ്, അത് പറയാൻ പറ്റില്ല. കേരള സമൂഹത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു സബ്ജക്റ്റാണ് ഈ സിനിമയിൽ ഞങ്ങൾ പറയുന്നത്. അപ്പോൾ ആക്ച്വലി ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് ഒരു മനോരമയുടെ ഒരു ലേഖകൻ, അതിൻ്റെ ചീഫ് എഡിറ്റർ പദവിയുള്ള ഒരാൾ പറഞ്ഞ ഒരു കോംപ്ലിമെന്റ് അത് മറക്കാൻ പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ഈ സിനിമ ഓടുമോ ഓടുകയില്ലയോ അത് ജനം തീരുമാനിക്കട്ടെ, പക്ഷെ ജീവിതത്തിൽ എന്നും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന ഒരു
ഒരു സിനിമയായിരിക്കും ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനത് ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചു. അതാണ് എനിക്ക് ഈ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ കോംപ്ലിമെന്റ്. അപ്പോൾ ഈ സിനിമ മറ്റ് എല്ലാ സിനിമകളും ഓടട്ടെ, അതോടൊപ്പം ഈ സിനിമയും തിയേറ്ററിൽ നന്നായി ഓടണം. അതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. എല്ലാവരും ഈ സിനിമ കാണണം. ഞങ്ങളുടെ ഈ ഓഡിയോ ലോഞ്ചിൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന എല്ലാവരെയും ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. അലക്സാണ്ടർ സാർ പറഞ്ഞതുപോലെ സാറിന് റിക്വസ്റ്റ് കൊണ്ട് മാത്രമല്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരനിരകൾ ഉള്ളത് കൊണ്ടും ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് ഇപ്പോൾ മലയാളത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പിവറ്റൽ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും മലയാളികളെല്ലാം സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരും യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള കാണുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ അലക്സാണ്ടർ സാറിന് ഒരു വലിയ നന്ദി അറിയിക്കുകയാണ്. രക്ഷാധികാരി ബൈജു പോലെയുള്ള മനോഹരമായിട്ടുള്ള സിനിമ മലയാളത്തിന് സമ്മാനിച്ചതിന് ശേഷം ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിനിമയുമായിട്ട് വരുമ്പോൾ അത് ഇവരുമായിട്ടുള്ള അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷയാണുള്ളത്. അപ്പോൾ ഓൺ ദാറ്റ് ഹാപ്പിയസ്റ്റ് നോട്ട് നമ്മൾ ഇനി നമ്മുടെ മൂവിയുടെ ട്രെയിലർ ഒന്ന് കാണാൻ പോവുകയാണ്. എല്ലാവരെയും ട്രെയിലർ കാണുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് എല്ലാ സിനിമകളെ പോലെയും ഇതും ഗംഭീരമായിട്ട് നമുക്ക് ട്രെയിലറിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. യു ആർ സച്ച് ആൻ അമേസിംഗ് ആക്ടർ. താങ്ക് യു സോ വെരി മച്ച്. ആൻഡ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇനി നമ്മൾ ഒട്ടും സമയം കളയാതെ നമ്മൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് കടക്കുകയാണ്. The most awaited moment of today's big celebration, that is audio launch. ഏറ്റവും സ്നേഹത്തോടുകൂടി നിറഞ്ഞ മനസ്സോടുകൂടി വേദിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു രാജേഷ് മുരുകേശൻ ആൻഡ് ശബരീഷ് വർമ്മ. രണ്ടുപേരെയും നിറഞ്ഞ സ്നേഹത്തോടെ ഒരുപാട് ബഹുമാനത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. രണ്ടുപേരിൽ ആരാണ് ആദ്യം സംസാരിക്കുന്നത്? ശബരീഷ് സർ. അധികം സംസാരിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി പാട്ട് പാടാൻ വേണ്ടിയിട്ടാണ് തയ്യാറായി വന്നത്. അധികം സംസാരിച്ച സമയം കളയണ്ട എന്നുള്ളതല്ലേ കറക്റ്റ്. എങ്കിലും മൈക്ക് കൈ കിട്ടിയ സ്ഥിതിക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. പ്രധാനമായിട്ടും അരുൺ ഗുണ്ടചേ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. ഇതിലിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അപ്പാർട്ട് ഫ്രം ബസി സാറും ദിലീപേട്ടനോട് വർക്ക് ചെയ്ത എല്ലാവരുമായിട്ടും അഭിനയിച്ചിട്ടുള്ളതാണ്, വർക്ക് ചെയ്തിട്ടുള്ളതാണ്, പാട്ടുകൾ ചെയ്തിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി രാജേഷിന്റെ ഒപ്പം വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ, രാജേഷിന്റെ പാട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഞങ്ങൾ പഠിച്ചതെല്ലാം ഒരുമിച്ചാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആ കൊടുക്കലും അങ്ങനെ അത്രയ്ക്ക് ഈസിയാണ്. രാജേഷ് എന്താ പറയുക, ഇപ്പൊ ചില പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് ചില മീറ്റർ അപ്പുറത്തേക്ക് എടുത്താണ്, ചില മീറ്റർ ഇപ്പുറത്തേക്ക് എടുത്താണ്. യാതൊരു പ്രശ്നമുണ്ട്. രാജേഷ് എല്ലാ സ്വാതന്ത്ര്യം തരും. അപ്പൊ രാജേഷിന്റെ കൂടെ ഒരു 7 പാട്ടുകൾ വർക്ക് ചെയ്തു ഈ സിനിമയിൽ. പുതിയ പാട്ടുകൾ വരില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിനൊരു അവസരം ഒരുക്കി തന്ന അരുൺ വൈകിക്ക് ഒരുപാട് നന്ദി. ഞാൻ ഭയങ്കര ഇഷ്ടപ്പെടുക. താങ്ക് യു. ഇവിടെ എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന അരുൺ, ആ മൊമെന്റ് ഉണ്ടായ രീതി അതൊക്കെ വളരെ നല്ലൊരു മൊമെന്റ്സ് ആയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്നു. അലക്സ്, അവിടെ നമ്മൾ ഇവിടെ വരെ എത്തിയത് ലൈക്ക് ബിഗ് ജേർണി. ഒന്നും പടം മ്യൂസിക് കംപ്ലീറ്റ് ആയിട്ടില്ല, to be honest, but ഇന്നും എൻ്റെ കൂടെ പേഷ്യൻസോടെ നിൽക്കുന്നുണ്ട്. യു ആർ സപ്പോർട്ടിങ് us, so thank you for understanding. ആൻഡ് ഈ വിഷൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ആൻഡ് അത് എനിക്കും കഥയുടെ ഒരു ചെറിയൊരു ഭാഗം എനിക്കും കൊണ്ടു. ഓക്കെ, ഇത് നല്ലൊരു വിഷയമാണ് എന്നൊക്കെ ഫീൽ ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് ടൈം. സോ ഞാൻ നല്ലത് പാട്ട് പാടുന്നുള്ളത് മോശം ഞാൻ സംസാരിക്കുന്നത്. റിയലി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടുകൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിഷണറി ഡയറക്ടർ TRS പ്ലസ് സാറിനെ നിറഞ്ഞ സ്നേഹത്തോടെ ബഹുമാനത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. നിറഞ്ഞൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഒപ്പം തന്നെ നമ്മുടെ മലയാള സിനിമയുടെ ഒരു മുഖം, വേറൊരു മുഖം നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സാറുണ്ട്, അദ്ദേഹത്തെയും അജിത് വിനായക സാറുണ്ട്, അദ്ദേഹത്തെയും നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹ ബഹുമാനത്തോടു കൂടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എത്രയോ വർഷങ്ങളായി നമ്മളെ എന്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും റിപ്പീറ്റഡ് വാല്യൂ ഉള്ള മൂവീസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിൽ എണ്ണാൻ
കൂടുതൽ എണ്ണുന്നതിൽ കൂടുതൽ അത്രയും സിനിമകളുള്ളത് തീർച്ചയായിട്ടും ദിലീപേട്ടന്റെ തന്നെയാണ്. ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് ദിലീപേട്ടനെ സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് ലെറ്റ്സ് വെൽക്കം ഹിം ദിസ് വണ്ടർഫുൾ സ്റ്റേജ്. ആൻഡ് ദ വെഴ്സറ്റൈൽ ആക്ടർ ദിഗംബരൻ ആരുടെ മനസ്സിൽ നിന്നാണ് പോവുക അല്ലെ? ഏറ്റവും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ദിഗംബരൻ. ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം the one and only super versatile actor Manoj K. Jayan to this amazing stage, ladies and gentlemen. And ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യാൻ ഒരു വലിയ കഴിവ് തന്നെ വേണം. അത് അഭിനയത്തിലൂടെയും സംസാരത്തിലൂടെയും ഡയറക്ഷനിലൂടെയും സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജോണി ആന്റണി സർ. നിറഞ്ഞ സ്നേഹത്തോടെ ഒരുപാട് ബഹുമാനത്തോടെ വേദിയിലേക്ക് അദ്ദേഹത്തെയും നമുക്ക് സ്വാഗതം ചെയ്യാം. A big round of applause for Johnny Anthony sir. And പ്രേമത്തിലെ ഒരു ഐക്കോണിക് ഡയലോഗ് ഉണ്ട്, പ്രാർത്ഥിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുക്കാം. അത് ആരാണ് മറന്നു പോവാ പ്രേമം കണ്ടിട്ടുള്ളത്. ഒരുപാട് സ്നേഹത്തോടെ നിറഞ്ഞ മനസ്സോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Siju Wilson, ladies and gentlemen, put your hands together to welcome our dearest actor to this wonderful stage. And പോടാ നീ പോയി സിക്സർ അടിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഡയലോഗ് മതി. ഷറഫിക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Ladies and gentlemen, put your hands together to welcome Sharafuddin, our dearest actor to this wonderful stage. ഏറ്റവും സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടനാണ്, ഡോക്ടറാണ്. Ladies and gentlemen, put your hands together to welcome Dr. Ronnie David to this amazing stage. And let's welcome the very talented director Arun Gopi. Please നമ്മളോടൊപ്പം വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണമെന്ന് ഏറ്റവും സ്നേഹ ബഹുമാനപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുന്നു. ഈ ഒരു നിമിഷത്തിൽ നമ്മുടെ പ്രൊഡ്യൂസേഴ്സിനെ 3 പേരെയും വേദിയിലേക്ക് പ്രത്യേകമായിട്ട് ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് നമുക്കെല്ലാം I'd like to call upon Sajideya to this wonderful stage. And of course, ഈ 2025 മേജർ ഹിറ്റ് ആയിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഏറ്റവും നമ്മളെ പേടിപ്പിച്ച വില്ലത്തി അല്ലെ, വില്ലത്തികൾ പൊതുവെ കുറവാണ് ഉണ്ടാവാറ്, പക്ഷെ നമുക്ക് അങ്ങ് ഇഷ്ടം തോന്നുന്ന ഒരു വില്ലത്തിയാണ് അവിടെ ഇരിക്കുന്നത്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി ലെറ്റ്സ് വെൽക്കം ഐശ്വര്യ രാജ് ടു ദിസ് അമേസിംഗ് സ്റ്റേജ്, ladies and gentlemen. And let's welcome Ranjit Sajeev, the actor, our dearest talented actor, നമ്മുടെ സിനിമയുടെ നായകൻ രഞ്ജിത്ത് സജീവ്. ആൻഡ് ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് അരുൺ സർ നമ്മളോടൊപ്പം വേദിയിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് മമ്മൂക്കയുടെ പടങ്ങളിലെല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ദ സ്റ്റൈലിസ്റ്റ് icon Shani Shaki. Please a big round of applause for Shani Shaki, everyone. Yes, നിറഞ്ഞ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആൻഡ് സാരംഗി നമ്മുടെ സിനിമയുടെ ഏറ്റവും ഒരു മേജർ റോൾ പ്ലേ ചെയ്തിട്ടുള്ള ആളാണ്. നിറഞ്ഞ സ്നേഹത്തോടു കൂടി സാരംഗി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻഡ് നമ്മുടെ സിനിമയുടെ DOP ആയിട്ടുള്ള സീനോ ജയ്യപ്പൻ, അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ എല്ലാവരും എത്തിയതിനു ശേഷമായിരിക്കും നമ്മുടെ ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്ക് കടക്കുക. ഒപ്പം തന്നെ വേദിയിലേക്ക് നിറഞ്ഞ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു ഹാരിഷ് ദേശം. അദ്ദേഹം നമ്മളോടൊപ്പം വേദിയിലേക്ക് വരണമെന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല ദിലീപേട്ട, നമ്മുടെ ഒഫീഷ്യൽ ഓഡിയോ ലോഞ്ചിലേക്ക് കടക്കുകയാണ്. ഓഡിയോ CD ഇപ്പം ദിലീപേട്ടൻ പ്ലസ് സാറിനെ കൈമാറിക്കൊണ്ട് അത് ഒഫീഷ്യലായിട്ടുള്ള ഒരു ഓഡിയോ ലോഞ്ച് സെറമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആൻഡ് ഈ ഒരു നിമിഷത്തിന് വേദിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും സാന്നിധ്യത്തിന് ഒരു വലിയ നന്ദി കൂടി പറയുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിനും ഈ ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമായതിനും. Ladies and gentlemen, a thunderous round of applause for
United Kingdom of Kerala's audio launch ceremony. A big round of applause. ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളുമായി മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്ന പാട്ടുകൾ സമ്മാനിക്കുവാൻ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന സിനിമയ്ക്ക് സാധിക്കട്ടെ എന്ന് ഈ ഒരു നിമിഷത്തിൽ നമുക്ക് ആശംസിക്കാം. മലയാള സിനിമ ഇന്നും ഓർത്തു വയ്ക്കുന്ന നല്ല സിനിമകളുടെ കൂട്ടത്തിലേക്ക് യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള ചേർക്കപ്പെടട്ടെ എന്നുകൂടി ഈ ഒരു നിമിഷത്തിൽ നമ്മൾ വിഷ് ചെയ്യുകയാണ്. All the very best to United Kingdom of Kerala team. Thank you so much everyone for joining us. Thank you so much. നമ്മുടെ ഈ ഒരു വലിയ ആഘോഷത്തിന്റെ ഭാഗമാകുവാനായിട്ട് എത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എല്ലാവർക്കും താഴേക്ക് നിൽക്കാം. ദിലീപേട്ട പ്ലീസ് സ്റ്റേ ബാക്ക് പ്ലീസ്. ഹലോ സർ. ഹലോ ദിലീപേട്ട. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. സ്റ്റാർട്ടിങ് ഫ്രം അവർ മാസ്റ്റർ അല്ലേ? പ്ലീസ്. നമസ്കാരം. ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഇപ്പോൾ ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് 2008 ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബായിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത്. അത് ശ്രീ PK സജീവിൻ്റെ ആയിരുന്നു. അദ്ദേഹത്തിനെ എന്നെ വേറൊരാൾ പരിചയപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം, അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അത് ഇപ്പം പ്രത്യേകിച്ച് ദിലീപൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മയിൽ വരുന്നത്. അങ്ങനെയാണ് പ്രണയം എന്ന ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് ഞാനും സജീവും കൂടെ എത്തുന്നത്. ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ട സിനിമയാണ്. അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ 8 സിനിമകളോ ചെയ്തിട്ടുള്ളൂ. എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്നത് ഞാൻ ശരിയാക്കില്ല. പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് ഞാൻ കുളുമണാലിയിലെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ വളരെ മോശമായപ്പോൾ ജിബു ഒക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു. പക്ഷെങ്കിൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അത് എടുത്തുകൊണ്ട് അവിടെ പോയി അത്രയും എക്സ്പെൻസ് ഉണ്ടാക്കണ്ടായിരുന്നു ഞാൻ വേണ്ടായിരുന്നു. അപ്പം സജീവ് പറഞ്ഞതാണ്, എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചെലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യണ്ട. അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടുള്ള വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആരും സജീവൊക്കെ. അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ്. തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ, വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദിലീപേട്ടൻ ആദ്യം മയക്കങ്ങ് കൊടുത്തത് നിങ്ങൾ ഓണാവത്തില്ലായിരുന്നു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലായി. ഇത് ഇപ്പൊ സംസാരിച്ചാൽ എല്ലാവരും കേൾക്കും. എല്ലാവർക്കും നമസ്കാരം. പ്ലസ്വേ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് വന്ന സമയത്താണ് ഫോൺ കോൾ വന്നത്. ഇദ്ദേഹം അത് എന്നോട് പറഞ്ഞില്ല. ഞാൻ കണ്ടു മാറി സംസാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ അത് കയറി തൂങ്ങിയത്. എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല. അവർ രണ്ടുപേരും കൂടി ഇരിപ്പുണ്ട്. നമ്മൾ രണ്ടുപേരും അടുത്ത് നിൽക്കുന്നുണ്ട്.
വലിയ സന്തോഷം. ഞാൻ ഇവർ രണ്ടുപേരെ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കളുടെ ഒരാൾ അലസ്റ്റാനാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അലസ്റ്റാനും ലാൽ ജോസും സുധീഷും മീശുമാന്റെ പ്രൊഡ്യൂസറും ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയതാണ്, ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ 5 ശരിയല്ലാതെ. അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല. അത് തമാശ പറഞ്ഞാണ്. ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ അലസ്റ്റാനെ ഞങ്ങൾ കാണുന്നത് അലസ്റ്റാന്റെ ജോലിയായിട്ട് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് അലസ്റ്റാൻ ലാൽ ജോസിന്റെ ആദ്യത്തെ സിനിമ ചെയ്യാനുള്ള മഹത്വം കനവ്. അതിനുശേഷം അലസ്റ്റാൻ പല സിനിമകൾ ചെയ്തു. അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങൾ, റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലസ്റ്റാന്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാം എന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വെച്ചാണ് അദ്ദേഹത്തിന്റെ പാർട്ട്നേഴ്സ്, അദ്ദേഹത്തിന്റെ ബാല്യയുടെ സുഹൃത്ത് ആയ സജിബായ്, അദ്ദേഹത്തിന്റെ പ്രിയപത്നി ഞാൻ, അതുപോലെ രഞ്ജിത്ത്, മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ താരോദയം. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നിപ്പോയത്. ഞങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ട്. ആലുവയിൽ ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിൽ സജീവമായിട്ടിരിക്കുന്നുണ്ട്. വലിയ സന്തോഷം. പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദര തുല്യരാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ഇപ്പുറത്ത് ജോണി, ഒന്ന് അജിത് ഭായ്, ലിസ്റ്റിൻ, മനോജി. ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കിയാണ് ഈ രാജേഷ്. കാരണം നമ്മൾക്ക് ഭയങ്കര രസകരമായ പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ നമ്മൾ ഇന്നല്ല ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ഇവിടെ വരാൻ സാധിച്ചതിൽ, അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചാലും, പിന്നെ ഇതിന്റെ ട്രെയിലർ നമ്മൾ കണ്ടു, പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല, കാണിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിലർ കണ്ടെടുത്തോളം ഇതിന്റെ രസകരമായിട്ടാണ് തോന്നിയത്. നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിന്റെ ഒരു എലിമെന്റ്, ഒരു കണ്ടന്റ്, ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട്. സിനിമ ഗംഭീര വിജയമാവട്ടെ. കാരണം ഇപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലെ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമ ഓടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകൾ നേരുന്നു. അതല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഓൾ ദി ബെസ്റ്റ്. അതുപോലെ അരുൺ കുറെ കാലമായി നേരത്തെ പറഞ്ഞത് ശരിയാണ്. അരുണും നല്ല ടെക്നീഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഉപചാരപൂർവ്വം കൊണ്ടാജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ്. തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ്. നല്ല നല്ല സംഭവങ്ങൾ വരട്ടെ, നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ. പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഞങ്ങൾ ഒരുമിച്ചുള്ള ബന്ധം എന്ന് പറഞ്ഞാല് ഇന്നൊന്നലെ തുടങ്ങിയതൊന്നുമല്ല. ലോഹി സാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മെയിൻ അസോസിയേറ്റ് ബസിവയാണ്. അപ്പൊ അന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത്, എത്രയോ വർഷത്തെ ബന്ധമുണ്ട്. ഇത് 95-96 കാലഘട്ടം മുതലുള്ള ബന്ധമാണ്. അദ്ദേഹം അത് മറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. എന്നാലും വലിയ സന്തോഷം എല്ലാവരും കാണാൻ. അതുപോലെ പുതിയ തലമുറയിലെ ആൾക്കാരെ, ഐശ്വര്യ, നമ്മളെല്ലാം ഇടുക്കിയ ഒരാളാണ്. ഞാനിവിടെ ചെറുപ്പം കാണുന്നത്. ഓൾ ദി ബെസ്റ്റ്. ഇതിലെ നായിക, ഈ പടത്തിലെ നായിക പേര് സാരംഗി. ഓൾ ദി ബെസ്റ്റ്. എവിടെ ഇരിക്കുന്നു കണ്ടുകൂടാ? പോയാ എല്ലാവർക്കും. ജോണി ഞാൻ നിന്നോട് പ്രത്യേകം പറയുന്നില്ല, കാരണം ഒരു സിനിമയും ജോണി ബന്ധപ്പെടുത്തില്ല. ഇടയ്ക്ക് എല്ലാവരും എടുത്ത് ചോദിക്കും CD പ്രോസസ് ഒക്കെ ഉണ്ടോ? ഞാൻ എവിടെ ചെയ്യാൻ, അവനിവിടെ ഒന്നുമില്ല, അവൻ എന്റെ പുറകെ പോയിരിക്കുകയാണ്. എന്തെങ്കിലും വരും എന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഡയറക്ഷനിലേക്ക്. വലിയ സന്തോഷം ഈ സായാഹ്നത്തിൽ ഈ വലിയ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ സാധിച്ചാൽ. താങ്ക്സ് a lot. All the best. ഞാൻ ആരെങ്കിലും വിട്ടുകൊടുക്കെങ്കിൽ ക്ഷമിക്കണേ. അയ്യോ, എന്റെ മക്കള് എന്റെ അത്രയും അടുപ്പോൾ ഷാനീസാക്കി, ഷറഫ് ശബരിനെ കണ്ടു, അതുകൂടെ കൈമാറി. വലിയ സന്തോഷം. സിജു, സോറി, അരുൺ, എല്ലാവരും
പെൻസിലാണ്. താങ്ക് യു സോ മച്ച് ദിലീപേട്ട. പോകട്ടെ. അങ്ങനെയാവാം. താങ്ക് യു സോ മച്ച്. സീഡിംഗ് ന്യൂസ് സെക്കൻഡിന് വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ജോൺ ചേട്ടാ, താങ്ക് യു സോ മച്ച്. യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയില് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പാട്ട്, ഇപ്പം ദിലീപേട്ടന്റെ പ്രത്യേക റിക്വസ്റ്റ് ഇവിടെ പറഞ്ഞതുകൊണ്ട് നമ്മളൊരു പാട്ട് കേൾക്കാനും കാണാനും പോവുകയാണ്. അതിന് ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, പക പോലെ, രക്തസാക്ഷി പോലെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവിതകൾ സമ്മാനിച്ച മുരുകൻ കാട്ടാക്കടയാണ് ഇത് പാടിയിട്ടുള്ളത്. ഒബിയസ്ലി ഇതിന്റെ സംഗീതം നൽകിയിട്ടുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട രാജേഷ് മുരുകേശനാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഈ ഭംഗിയിലുള്ള പാട്ട് നമ്മളിപ്പോ ഒരുമിച്ചിരുന്ന് കേൾക്കാനായിട്ട് പോവുകയാണ്. സോ ലെറ്റ്സ് വാച്ച് ആൻഡ് എൻജോയ്. ഏറ്റവും പ്രിയപ്പെട്ട രാജേഷ്, അങ്ങയുടെ സംഗീതത്തിൽ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തീർച്ചയാണ് നാളെ മലയാളികൾ ഏറ്റുപാടുന്ന ഒരു പാട്ടായിട്ട് ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിലീപേട്ട, പാട്ട് ഇഷ്ടമായിരുന്നു. Say something. ഇത് ഗംഭീരായിരുന്നു. പറയാൻ വിട്ടൊരു കാര്യമുണ്ട്. കാരണം ഇത്രയും വലിയ ഇതുള്ളതുകൊണ്ട് മെയ് 9 ഞാൻ അഭിനയിച്ചൊരു പടം അതിന്റെ ഓഡിയോ ലോഞ്ച് ഞാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഓഡിയോ ലോഞ്ച് ഇല്ലെങ്കിലും അത് പറയാനോ വിചാരിച്ചിട്ട് എന്റെ നിർമ്മാതാവ് ലിസ്റ്റ് സ്റ്റേറ്റിലോട് റിപ്പോർട്ട്. അപ്പൊ അത് ഇതിന്റെ തിരക്കിന്റെ അത് മറക്കരുതല്ലോ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ എന്റെ സിനിമ കാണാൻ മറക്കരുത്. ഇതൊന്നും കേട്ടോ, ബാക്കിയെല്ലാം ലിസ്റ്റിൽ പറഞ്ഞോളൂ. അതാ ഞാൻ പറയാൻ വരുമായിരുന്നു, ഓണത്തിന്റെ ഇടയ്ക്കൂടെ ഒരു ഫുഡ് കച്ചവടം. തീർച്ചയായിട്ടും നമ്മള് ഈ സിനിമ കാണാൻ പോകുന്ന പോലെ തന്നെ ദിലീപേട്ടന്റെ പടം കാണുമ്പോൾ നമ്മളെല്ലാവരും വരുന്നതായിരിക്കും. അപ്പം ഇനി പറഞ്ഞിട്ട് ഇറങ്ങിയത് ലിസ്റ്റിൻ സാറിന്റെ പേരായതുകൊണ്ട് വേദിയിലേക്ക് ലിസ്റ്റിൻ സാറിനെയും മലയാള സിനിമയുടെ മുഖം മാറ്റുവാനായിട്ട് കൂടെ നിന്നിട്ടുള്ള അജിത് വിനായകർ സാറിനെയും ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. And along with them, I like to call upon our dearest actor മനോജ് ചേട്ടാ, നമ്മൾ കൂടെ വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യുന്നു. ജോൺ ചേട്ടാ, എല്ലാവർക്കും നമസ്കാരം. UK ഓക്കെ അങ്ങനെയുള്ള നമ്മൾ ചെറുതായിട്ട് പറഞ്ഞാൽ പോരെ, യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള. എല്ലാവരുടെയും മനസ്സിലൊന്ന് രജിസ്റ്റർ ശരി. പേരിൽ തന്നെ ഒരു പുതുമയുണ്ട്, പേരിൽ തന്നെ ആകാംക്ഷയുണ്ട്. ആകാംക്ഷ ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടുത്തില്ല. ഈ ടീമിന്റെ പുതിയവർക്ക് ഏറ്റവും നന്നാവുമെന്നാണ് എന്റെ വിശ്വാസം. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പുത്തൻ പടമാണ് എല്ലാം കൊണ്ടും. കാരണം എന്റെ സംവിധായകൻ അരുൺ വൈഗ, പ്രൊഡക്ഷൻ ഹൗസ് ഫ്രാഗ്രന്റ് മൂവീസ് അല്ലേ, എല്ലാം കൂടെ പറയാൻ ബുദ്ധിമുട്ടാണ് ഞാൻ. എന്തായാലും ഒരുപാട് സന്തോഷം. പുതിയ സിനിമ എന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എല്ലാം ഒരു പുതിയ രീതിയായിരുന്നു. പക്ഷെ എനിക്ക് അവർ തന്ന കെയറും സ്നേഹവും ഒന്നും ഞാൻ മറക്കില്ല. ഞാനത് ആകെ എനിക്ക് പരിചയമുള്ളത് നമ്മുടെ ജോണി ആന്റണിയാണ്. പക്ഷെ ജോണി ആന്റണിയായിട്ട് എനിക്ക് കോമ്പിനേഷൻ സീനും ഇല്ല. അങ്ങനെ അല്ലെങ്കിൽ ജോണിയായിട്ട് എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ച് എന്നാ പറയാനാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞിരിക്കായിരുന്നു. അപ്പൊ അതും സാധിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു പുത്തൻ സിനിമ, നല്ല സിനിമയിൽ ജോലി ചെയ്യാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഇവിടെ വന്നിരുന്നപ്പോ എനിക്ക് ആകെ ഒരു വിഷമമായിരുന്നു. ഈ സ്ക്രീനിലൊന്നും എന്റെ ഒരു തല പോലും കണ്ടില്ല. ഇവിടെ ഇരിക്കുന്ന പലരും ചിലപ്പം കരുതും ഇയാളെന്താ ഇവിടെ കാര്യം എന്ന് കരുതി കാണും. ഞാൻ അതൊരു വേഷം ചെയ്തിട്ടുണ്ട്. അത് അരുൺ പറഞ്ഞ പോലെ ഒരു ചെറിയ സസ്പെൻസ് ആണ്, സർപ്രൈസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാനും അതോടെ പൊട്ടിക്കുന്നില്ല. ഒരുപാട് സന്തോഷം. ബ്ലസ്സിയൊക്കെ വീണ്ടും ഒരുപാട് നാളെ ശേഷമാണ് കാണുന്നത്. നമ്മള് മിക്കവാറും ചാറ്റിംഗ് ഉണ്ട് വാട്സപ്പില്. ദിലീപ് സല്ലാപത്തിന്റെ കാര്യം ഞാൻ ഇങ്ങനെ ഒന്ന് കുളിർമ കോരിയിട്ടു. കാരണം നമ്മൾ ഒരുമിച്ചായിരുന്നല്ലോ. ബ്ലസ്സി പറഞ്ഞ പോലെ നമ്മള് 92 കുടുംബസമേതം വന്ന ജയരാജ സിനിമയ്ക്കാണ് ഞങ്ങൾ അദ്ദേഹം പരിചയപ്പെടുന്നത്. അന്ന് ബ്ലസ്സി അസോസിയേറ്റ് ആയിരുന്നു. ഓഫ് കോഴ്സ് എല്ലാവരും എന്റെ സമ്മാനം. ബ്ലസ്സിയുടെ ആദ്യ സിനിമയായ കാഴ്ചയിലും ഞാൻ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിരുന്നു. ദിലീപിന്റെ ആദ്യകാലത്തെ എല്ലാ സുപ്രധാന പടങ്ങളിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ. അസിസ്റ്റന്റ് പിന്നെ ദിലീപും എന്റെ ഒരു സിനിമയിൽ അസിസ്റ്റന്റായിരുന്നു. കമലിക്കയുടെ ഗസൽ എന്ന സിനിമയിൽ ദിലീപ് അസിസ്റ്റന്റായിരുന്നു. അന്നത്തെ കോമഡികളൊന്നും ഞാൻ പറയുന്നില്ല. ജോണി ആന്റണിയാണ് എന്നെ ഞെട്ടിച്ചത്. ഞാനിവിടെ ഒരു പറയാനിരിക്കാതെ ജോണിയുടെ ആദ്യത്തെ സിനിമ 1996
തുളസിദാസിന്റെ കുങ്കുമച്ചപ്പ് എന്നൊരു സിനിമ, അതിലാണ് ഞാൻ ആദ്യം ജോണിയെ പരിചയപ്പെട്ടത്. ജോണി അന്ന് അസിസ്റ്റന്റ് ആയിരുന്നു, 4ാമത്തെ അസിസ്റ്റന്റ് ആയിരുന്നു. ശോഭനയായിരുന്നു അതിലെ നായികൻ. അപ്പൊ ഞാൻ ഇവിടെ ജോണിയോട് ചോദിച്ചു, ജോണി നമ്മുടെ 96-ലല്ലേ മറ്റേ കുങ്കുമച്ചപ്പ്, അതിൽ നമ്മൾ ആദ്യം ചെയ്തു. ചേട്ടാ നമ്മൾ 91-ല് ചാഞ്ചാട്ടം ചെയ്തില്ലായിരുന്നു. 91-ല് ഇതേ നിൽക്കുന്നു അല്ലേ? 91-ല് ജയറാമായിരുന്നു അതിൽ നായകൻ അല്ലേ? ജയറാം ഉർവശി. ഞാനൊരു സംഭവിക്കണുള്ള ഞാനധികം സീനിയർ ഒന്നും അല്ല, ഞാൻ എന്റെ ഒരു 5ാമത്തെ സിനിമ, അത് അത്രയായിട്ടുള്ളൂ. അല്ല അപ്പൊ 91-90 കാലഘട്ടത്തില് ഞാനും എത്തിയത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിചിത മുഖങ്ങൾ, എന്റെ പ്രിയപ്പെട്ടവരുടെ മുഖങ്ങൾ വീണ്ടും ഒരുപാട് നാളുകൂടി കാണാൻ സാധിച്ചു. നിൽക്കുന്നു എന്റെ പ്രിയപ്പെട്ട പ്രൊഡ്യൂസർ മിസ്റ്റർ ഷീഫ. ഞങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? അജിത്തിന്റെ വർക്ക് ചെയ്തിട്ടില്ല, ചെയ്യണം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു നല്ല മികച്ച നല്ല സന്തോഷമുള്ള ഒരു സായാഹ്നത്തിൽ പങ്കുചേരാൻ സാധിച്ചു. നമ്മുടെ ഒരു സിനിമ ഇറങ്ങുന്നു, അത് വിജയിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ സിനിമയും ഇപ്പൊ തുടരും എന്ന സിനിമ ഭയങ്കര വിജയമാണെന്ന് കേൾക്കുന്നു. ഒരുപാട് സന്തോഷം. എല്ലാ സിനിമയും വിജയിക്കട്ടെ, എല്ലാവർക്കും നല്ലത് നേരുന്നു, നന്മ വരട്ടെ. UK ഓക്കെ, ഡബിൾ ഓക്കെ ആവട്ടെ. താങ്ക് യു. സൂപ്പർ, താങ്ക് യു സോ മച്ച് സർ. ക്രിസ്ത്യൻ സർ പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. സാധാരണ ഒരു സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒരു സിനിമ ഓക്കെ ആണ് എന്ന് കേൾക്കുന്നതാണ് ആ പ്രൊഡ്യൂസർക്ക്, ആ ടീമിനെല്ലാം ഏറ്റവും സന്തോഷമുള്ള കാര്യം. ഈ സിനിമയെ സംബന്ധിച്ച് അതിന്റെ ടൈറ്റിലിൽ തന്നെ ഓക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ടിട്ട് കുഴപ്പമില്ല. അപ്പൊ അതുകൊണ്ട് UK മാത്രം ഓക്കെ ആകാൻ പാടില്ല, ഇന്ത്യയിൽ കൂടെ ഡബിൾ ഓക്കെ ആയിട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. ഇപ്പൊ സിനിമാ തിയേറ്ററിൽ വരുമ്പോൾ UK ഓക്കെ ഒരു വലിയ നല്ല ഒരു വിജയ ചിത്രമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ ഈ സിനിമ കണ്ട ആൾക്കാരിൽ ഒരാളാണ്. എന്നെ സംബന്ധിച്ച് ഈ സിനിമ ഒരു നല്ലൊരു പ്ലോട്ട് ആണ്. ഈ സിനിമ ഒരു സോഷ്യൽ മെസ്സേജ് പറയുന്ന ഒരു സിനിമയാണ്, ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. ഞാൻ ഈ സിനിമ വിതരണത്തിന് ഏറ്റെടുക്കേണ്ട ഒരു ചിത്രമായിരുന്നു, കാരണം ദിലീപേട്ടന്റെ സിനിമ റിലീസ് ചെയ്യാനുള്ളത് കൊണ്ടിട്ടാണ് എനിക്ക് ഈ സിനിമ ചെയ്യാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഒരു മാജിക് ഫ്രെയിംസും ഇതിന്റെ ഒരു പാട്ടാകുന്നതിൽ ഒരു അഭിമാനമുള്ള ഒരു സിനിമ തന്നെയായിരുന്നു. പിന്നെ ഇതിന്റെ ഡയറക്ടർക്ക് എല്ലാവിധ ആശംസകളും നൽകുകയാണ്. അതോടൊപ്പം ഇന്നത്തെ ഒരു ഓഡിയോ റിലീസ് ആകുമ്പോൾ അതിന്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് അതിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. അപ്പോൾ രാജേഷിനും എന്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ ഞാൻ 3 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അതിൽ അലക്സാണ്ടറിനെയാണ് എനിക്ക് അധികം പരിചയമില്ലാത്തുള്ളൂ. ആനി ചേച്ചിയും സജീവനും പറഞ്ഞിട്ടാണ് ഞാനും ഇവിടെ വന്നത്. എനിക്ക് തോന്നുന്നത് സാധാരണയിൽ ഒരു പ്രൊഡ്യൂസറുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ ഇവരുടെ അക്കൗണ്ട് ജോയിന്റ് അക്കൗണ്ട് ആയതുകൊണ്ട് 2 പേരും സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടിട്ടാണ് 2 പേരുടെയും പേര് വന്നിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇനി ഈ ഒരു സിനിമ വലിയ വിജയമാകട്ടെ. ഒപ്പം രഞ്ജിത്തിന്റെ ഹീറോ, അപ്പോൾ രഞ്ജിത്തിനും മലയാള സിനിമയിലേക്ക് ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ അല്ലു അർജുന്റെ ഫാദറാണ്. അല്ലു അർജുനെ ഇങ്ങനെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ സ്വയം സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഇങ്ങനെ ഈ മേഖലയിലേക്ക് ഇന്ന് ആ സ്റ്റാർ വലിയ സ്റ്റാറായി ഗ്ലോബൽ സ്റ്റാറായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള മാതാപിതാക്കന്മാരും ഉണ്ടാവട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. അജിത് സർ. എല്ലാവർക്കും നമസ്കാരം. ലിസ്റ്റിനെല്ലാം പറഞ്ഞു കഴിഞ്ഞ് സിനിമ അടിപൊളിയാവട്ടെ. രഞ്ജിത്ത് അടിപൊളിയാവും. മലയാളത്തിൽ നല്ല നല്ല സിനിമകൾ വരണം, നല്ല നല്ല പ്രൊഡ്യൂസർമാർ വരണം. കാരണം അന്യ സംസ്ഥാന സിനിമകളിൽ നിന്ന് വിജയിച്ച് പോവുകയാണ്. നമ്മുടെ ഇൻഡസ്ട്രിയിലും നല്ല രീതിയിലുള്ള ഇങ്ങനെയുള്ള നല്ല സിനിമകൾ വന്നിട്ട് നല്ലോണം വിജയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. 2 സിനിമ എടുത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായി. എന്നാലും അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമ ഇനിയും ഞാൻ ചെയ്യുമെന്ന്. ഞാൻ രഞ്ജിത്തിനെ വെച്ച് സിനിമ ഒപ്പം ചെയ്യാൻ പോവാണ്. കാര്യം UK ഒക്കെ അടിപൊളിയാവും. ദിലീപേട്ടൻ പറഞ്ഞ എല്ലാവരും തന്നെ മനസ്സിലാവും. നമുക്കൊരു സിനിമയും പരാജയപ്പെടണമെന്ന് ആർക്കും ഇല്ല, പക്ഷെ എല്ലാ സിനിമയും വിജയിക്കണം, എങ്കിലേ നമ്മളെ ഇൻഡസ്ട്രിയിൽ നിൽക്കൂ എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഈ സിനിമയ്ക്ക് എല്ലാവിധത്തിലുള്ള വിജയങ്ങളും ഉണ്ടാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ജോണി സർ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ സിനിമയിൽ നല്ല വേഷമാണ് ചെയ്യുന്നത്. കാരണം ഹീറോയുടെ അച്ഛനായിട്ടാണ്. ഞാൻ കൂടുതലും അച്ഛൻ വേഷങ്ങളാണ്, അപ്പം വേഷങ്ങളാണ് ചെയ്യുന്നത്. ഞാനതിൽ വളരെ ഹാപ്പിയാണ്. കാരണം ഒരുപാട് ഈ അപ്പൻ, അമ്മാവൻ, അളിയൻ അങ്ങനെയുള്ള റോളുകളാണ് ഞാൻ ചെയ്യുന്നത്. അത്
മറ്റു അവരെ നമ്മൾ ഈ തിരക്കുണ്ടെങ്കിൽ പോലും ചില പടങ്ങളിൽ ചില അപ്പനും അമ്മളിനൊക്കെ ആകുമ്പോൾ എനിക്കൊരു വിഷമം തോന്നുന്നു. ഇപ്പൊ കൊള്ളാമല്ലോ അങ്ങനെ. പക്ഷെ അപ്പനും ഞാൻ സേഫായിട്ട് ഇപ്പൊ പോകുന്നുണ്ട്. ചീയുടെ ഞാനൊരു പടം കണ്ടപ്പോൾ ഒരുപാട് അപ്പന്മാർ വന്നിരുന്നു. ഒരു പടം വാഴ വാഴ ഒരുപാട് അപ്പന്മാര് ഏതാ. അപ്പം ഈ പറഞ്ഞ പോലെ വേഷങ്ങൾ നമുക്ക് വേഷങ്ങളാണെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന, അത് നമുക്ക് നന്നായി ചെയ്യാനോ എന്ന് തോന്നുന്ന ഒരു വേഷമാണ് ഇതിലെ റോയി എന്ന് പറയുന്ന കഥാപാത്രം. അതുപോലെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് എന്നോട് ഡയറക്ടർ പറഞ്ഞു, രഞ്ജിത്ത് ബേസ്ഡ് ആണ്, അവിടെ പഠിച്ചാണ്. അപ്പോൾ മലയാളത്തിലും കുറച്ച് കുറവുണ്ട്. രഞ്ജിത്ത് ചെയ്ത സിനിമകൾ ഗോളം പോലുള്ള സിനിമകളാണ്. കുറച്ചുകൂടെ അപ്പൊ നെഗറ്റിവിറ്റി പരിപാടി ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ എന്താ എന്ന് ഞാൻ വിചാരിച്ചു. അഭിനയം തുടങ്ങി 1.5 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്തായിരുന്നു ഇങ്ങനെ പറഞ്ഞു. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, മോനിപ്പോ വളരെ മലയാളത്തോടെ നെഗറ്റിവിറ്റിയോടെ അഭിനയിക്കുന്നുണ്ട്, എങ്ങനെ സാധിക്കുന്നു? അപ്പൊ എന്നോട് പറഞ്ഞു, ചേട്ടന്റെ മോനായിട്ട് എനിക്ക് US-കാരനോ UK-കാരനായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? ഒരു ചേട്ടന്റെ മോനായിട്ട് ബിലോ ആവറേജ് മലയാളിയായിട്ട് അഭിനയിക്കാൻ പറ്റും. പക്ഷെ അത് എന്റെ പ്രസൻസ് കൊണ്ടാണ് സാധിച്ചത്. പിന്നെ ഞാൻ വളരെ ഇപ്പൊ ഒരുപാട് ആളുകളുടെ ഷാർഫോട്ടിൽക്കൊണ്ട് ഒത്തിരി പേരുടെ അച്ഛനായിട്ട് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് പ്രിയപ്പെട്ട ഒരു മകൻ തന്നെയാണ്. കാരണം വളരെ ഹാർഡ് വർക്ക്, അതായത് നന്നാക്കാൻ വേണ്ടിയുള്ള ത്വര, ആഗ്രഹം. ഇപ്പൊ ദിലീപിനത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറയുന്ന പോലെ നാളെ ദിലീപിന്റെ സ്ഥാനത്തെത്തിയാലും ആ ത്വര നഷ്ടപ്പെടുത്താതെ, ആ പവർ നഷ്ടപ്പെടുത്താതെ മുന്നേറാനുള്ള ശക്തി മോനുണ്ട്. തീർച്ചയായിട്ടും യുണൈറ്റിരിക്കുന്നു. അരുൺ അതേപോലെ അരുൺ വൈക എനിക്ക് കുണ്ടജനിൽ പുരുഷന് നല്ലൊരു കഥാപാത്രം തന്ന ആളാണ്. അപ്പൊ അരുണിനോട് എനിക്ക് നന്ദിയുണ്ട്. പ്രിയപ്പെട്ട പ്രൊഡ്യൂസേഴ്സ് അച്ചായനാണ് എന്നോട് ഒരു സുപ്രഭാതം എന്ന് പറഞ്ഞാൽ, ജോണി ഇങ്ങനെ ഒരു പ്രൊജക്ട് വരുന്നുണ്ട്, അതിൽ അച്ഛൻ വേഷം ജോണി റോയുടെ കഥാപാത്രം ജോണി ചെയ്യണം. എനിക്ക് സബ്ജക്ട് നേരത്തെ അറിയാമായിരുന്നു. ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെയാണ് യാൻമാനെയും നമ്മുടെ സജീവ് സാറിനൊക്കെ പരിചയപ്പെട്ടത്. എന്തായാലും ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. നല്ലൊരു സിനിമ എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞങ്ങളെല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. ഇന്ന് ഈ ഓഡിയോനെ ഞാൻ ഓർത്തു ദിലീപ് എന്താ മറന്നുപോയെന്ന്. 9-ാം തീയതി ഞാൻ ദിലീപിന്റെ സിനിമയിൽ ഞാനും അഭിനയിക്കുന്നുണ്ട്, ക്രിസ്റ്റിന്റെ സിനിമ. അപ്പം പ്രിൻസ് ആൻഡ് ഫാമിലി. അപ്പൊ അത് കാണണം, യുണൈറ്റഡ് കിങ്ഡം കാണണം. എല്ലാ സിനിമകളും കണ്ട് നിങ്ങളെ അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. ഞാനൊരു പ്രധാന കാര്യം പറയാൻ വിട്ടുവരുന്നു, നമ്മുടെ രഞ്ജിത്തിന്റെ കാര്യം. ഞാൻ ഈ കോമ്പിനേഷൻ കാര്യം ജോണിയായിട്ട് കോമ്പിനേഷനിലെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കോമ്പിനേഷൻ അഭിനയിച്ചത് രഞ്ജിത്തായിട്ടാണ്. ഡബിങ്ങിന് ഞാൻ കമ്പനി അരുണിനോട് പറഞ്ഞു, അസാധ്യമായിട്ട് രഞ്ജിത്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സന്തോഷം. ഇത് രഞ്ജിത്തിന് പ്രൊഡക്ഷൻ ഹൗസ് കൊണ്ടോ രഞ്ജിത്ത് ഈ പടത്തിലെ ഹീറോ എന്ന് പറയില്ല, സിൻസിയറായിട്ട് പറയാണ്, അസലായി, സൂപ്പറായി. അതുപോലെ ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു ജോണിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച കഥാപാത്രമായി ഇത് മാറും, ഒളിച്ചിട്ടുണ്ട് കാലി കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്മ വീണ്ടും നേരുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. താങ്ക് യു സോ മച്ച് നമ്മളോടൊപ്പം വേദിയിലേക്ക് ജോയിൻ ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. നമ്മൾ അടുത്തതായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളുടെ എല്ലാ പ്രൊമോഷൻ പ്രത്യേക രീതിയിലുള്ളതാണ് അല്ലെ. ഇതിന് വേണ്ടി പ്രത്യേകമായിട്ട് അവർ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത്തരത്തില് UK വേണ്ടിയും നമ്മളൊരു പ്രത്യേക പ്രൊമോഷൻ രീതി ഇപ്പൊ നിങ്ങൾക്ക് മുന്നിലേക്ക് ഒന്ന് പ്രസന്റ് ചെയ്യാൻ പോവുകയാണ്. UK ആയതുകൊണ്ട് UK പോകാൻ പാസ്പോർട്ട് വേണ്ടതുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളൊരു കുട്ടി പാസ്പോർട്ട് തരാൻ പോവുകയാണ്. നിങ്ങളുടെ കൈകളിലേക്ക് അതെത്തും. അതിനു മുൻപായിട്ട് വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. റോണി സർ, പ്ലീസ് ജോയിൻ us on the stage. സിജു ചേട്ടാ പ്ലീസ് നമ്മളോടൊപ്പം വന്ന വേദിയിലേക്ക് ജോയിൻ ചെയ്യാം. ഒപ്പം തന്നെ ഷാനിഷാക്കി പ്ലീസ്. അരുൺ സർ നമ്മുടെ കൂടെ വേദിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഷറഫുദ്ദീൻ, ഒപ്പം തന്നെ ശബരീഷ്, രണ്ടുപേരും വേദിയിലേക്ക് നമ്മുടെ പാസ്പോർട്ട് റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തണം എന്നുള്ളത് റിക്വസ്റ്റ് ചെയ്യാണ്. ദിസ് ഇസ് ലൈക്ക് എ വെരി ന്യൂ പ്രൊമോഷണൽ മെത്തേഡ് ഫ്രം ആർ ടീം. UK പോകാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് യു ക്യാൻ യൂസ് ദിസ് പാസ്പോർട്ട് ആക്ച്വലി. ആൻഡ് ഐ ലൈക്ക് ടു വെൽക്കം രഞ്ജിത്ത് സജീവ് ടു ദി സ്റ്റേജ് പ്ലീസ്. രഞ്ജിത്ത് സജീവ്, നമ്മുടെ UK പാസ്പോർട്ട് ഇപ്പൊ നമ്മൾ റിലീസ് ചെയ്യാൻ പോവാണ്.
and you can distribute this passport to our stars. ഈ പാസ്പോർട്ടില് നമ്മുടെ മൂവിയുടെ കാസ്റ്റ് ആൻഡ് ക്രൂവിന്റെ എൻറ്റയർ ഡീറ്റെയിൽസ് ഉണ്ട്. യെസ്, ഇതൊക്കെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ആയിട്ടൊക്കെ ഇട്ട് മൂവി മെൻഷൻ ചെയ്യേണ്ടതാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ സംസാരിക്കാനായിട്ട് ആദ്യം ക്ഷണിക്കുന്നത് സുചേട്ടനെയാണ്. ബിക്കോസ് കണ്ട വഴി നല്ല ചിരി ചിരിച്ച ആളാണ്. സുചേട്ടൻ എന്താ പറയാൻ തോന്നുന്നു? എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ദിലീപേട്ടനാണ്. സാറിനോട് വർക്ക് ചെയ്തില്ല, പക്ഷെ ഞാൻ പ്രണയത്തിന്റെ ഓഡീഷൻ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിന്റെ അടുത്ത് അൽഫോൺസ് എടുത്ത് പോർട്ട്ഫോളിയോ കണ്ടിട്ട് വന്ന് തമിഴിലേക്ക് വിട്ടോന്ന് പറഞ്ഞാണ് എൻ്റെ അടുത്ത്. പക്ഷെ തമിഴിലേക്ക് ഞാൻ പോയില്ല, മലയാളത്തിൽ നിൽക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ സാറിനോട് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മനോജന്റെ കൂടെ ചേർന്ന അജിത്തേണ്ടോ ലിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, ഭാവിയിലുണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഹാരിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ രണ്ടാമത്തെ ചിത്രമായിട്ടുള്ള ഉപചാരപൂർവ്വം കൊണ്ട് ചെയ്യാൻ ശരിക്കും പറഞ്ഞ ഒരു കല്യാണ വീട്ടില് ഉള്ളവരെ തന്നെയായിരുന്നു. ഞങ്ങള് ചോൺസേട്ടനും നിങ്ങളൊക്കെ ഇവിടെ അതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും തന്നെ കല്യാണ വീട്ടിലെ അമ്മാവന്മാരും അമ്മായിമാരും ബന്ധുക്കളൊക്കെ ആയിട്ട് തന്നെയാണ് അവിടെ നിന്നിരുന്നത്. അപ്പോ ഇതിലും ഇപ്പൊ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരുപാട് കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഇതിന്റെ ഒരു കണ്ടന്റ് അടുത്ത് ആരും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കോണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും സിനിമ ഈ പറഞ്ഞ തിയേറ്ററിൽ വർക്കാവട്ടെ, തിയേറ്ററിൽ സിനിമ വിജയിക്കുമ്പോഴാണ് അതിൽ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും തന്നെ ഗുണങ്ങളുണ്ടാവുന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമകളും എല്ലാം തന്നെ വിജയിക്കട്ടെ എന്നുള്ള പ്രത്യാശയിലും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇതിന്റെ ക്രൂ ആൻഡ് കാസ്റ്റിന് ഓൾ ദ ബെസ്റ്റ്. ഏറ്റവും അടിപൊളിയായിട്ട് ഫ്രാങ്ക് നേച്ചർ ഓക്കെ, എല്ലാവർക്കും തന്നെ ഈ സിനിമ ഏറ്റവും നല്ല സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ശുഭസമയം. താങ്ക് യു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഞങ്ങളുടെ സംവിധായകൻ അരുൺ വൈഗ ക്ലൈമാക്സ് കഴിഞ്ഞ് എടുത്തെടുക്കുന്ന പോലെ ഞാൻ ഗുരുതുല്യരായ ചേട്ടൻ, സാർ, അതുപോലെ തന്നെ ദിലീപേട്ടൻ, ലിസൺ ഭായ്, മനോജേട്ടൻ, അജിത്തേട്ടൻ, അങ്ങനെ എല്ലാവരെയും ആദ്യം തന്നെ മെൻഷൻ ചെയ്ത് പോകണം. ആരെങ്കിലും വിട്ടുകഴിഞ്ഞ ബുദ്ധിമുട്ടാണ്. ശരി പറഞ്ഞാൽ തന്നെ പ്രണയത്തിന്റെ ഓഡിഷൻ ഞാൻ സാറിനടുത്ത് വന്നിരുന്നു. അപ്പൊ സാറിനെ കണ്ട് അകത്തോട് കയറിയപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് ഉദ്ദേശിച്ച ആളല്ല എന്ന് പറഞ്ഞു. കുറച്ച് വളരെ സ്വാഭാവികമായിട്ട് തന്നെ കാര്യങ്ങളും സാറ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി പോന്നു. പിന്നെ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ എനിക്ക് തോന്നുന്നു 7 സംസ്ഥാന അവാർഡാണെന്ന് തോന്നുന്നു അല്ലെ, കണക്ക് 9 കണ്ണൂർ സ്കോഡിന്റെ ഏതെങ്കിലും ഒരു ഡിവിഷനില് സൗണ്ടിൽ ഏതെങ്കിലും സ്ഥാനത്തില് നവാഗത സംവിധായകൻ, തിരക്കഥ, അഡാപ്റ്റഡ് ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ് അതിന്റെ എല്ലാം അടിയുന്നുണ്ട്. ഞാൻ പ്രത്യേകം അതെല്ലാം സാറും ബാക്കിയുള്ള കുടുംബസൊക്കെ വാങ്ങുന്നതിന്റെ സ്റ്റോറി കിട്ടുന്നു. പിന്നെ കണ്ണൂർ സ്കോഡ് കഴിഞ്ഞ് ദിലീപേട്ടൻ എന്നെ വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. ദിലീപേട്ടൻ പക്ഷെ OTT റിലീസ് കഴിഞ്ഞപ്പോൾ വിളിച്ചു കുറെ നേരം ദിലീപേട്ടൻ സംസാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ദിലീപേട്ടനെ പോലത്തെ ഒരാൾക്ക് നമ്മൾ വിളിച്ച് കണ്ണൂർ ഓരോ ഡീറ്റെയിൽസും പറഞ്ഞ് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ നന്ദി ദിലീപേട്ട. സന്തോഷം, ഓർത്ത് വിളിച്ചതിന് വളരെ സന്തോഷം. ഈ സിനിമയോടൊപ്പം ഞാൻ വർക്കിയിരുന്ന ട്രാഫിക്കും സത്യം മാത്രമേ ബോധിപ്പിക്കുവാണ്. സത്യം മാത്രമേ ബോധിപ്പിക്കുന്ന സിനിമ ഇറങ്ങി വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലോട്ട് വിളിച്ച് ഞാൻ പറഞ്ഞു ഇതിന്റെ കുറച്ചും കൂടി ഫ്ലെക്സും പോസ്റ്ററും ഒന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഓഫീസിൽ നിന്ന് വളരെ വിസ്മയിപ്പിക്കുന്ന എൻ്റെ അടുത്ത് പറഞ്ഞു ഫ്ലെക്സ് അടിച്ച പൈസ പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല, ദയവ് ചെയ്ത് ഫോൺ വയ്ക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോൺ വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ആ സത്യം എൻ്റെ അടുത്ത് വളരെ വേദനാജനകമായിട്ട് പറഞ്ഞു. പിന്നെ ജോണിച്ചേട്ടനെ കുറിച്ച് ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞു നായകന്റെ ആക്സിഡന്റാണ് പറയാൻ ഞാൻ അഭിനയിക്കുന്നത്. സത്യം പറഞ്ഞാൽ അതിന്റെ പടം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ഹീറോയുടെ പകരമായിട്ടാണ് രഞ്ജിത്ത് അഭിനയിച്ചിരിക്കുന്നത്. അതാണ് സത്യാവസ്ഥ. പടം കാണുമ്പോൾ മനസ്സിലാവും. ഭയങ്കര രസകരമായിട്ട് ജോണിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. രഞ്ജിത്തിനും അറിയാമോ സത്യാവസ്ഥ. ജോണിച്ചേട്ടൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ എന്താ പറയാ കഠിനാധ്വാനം പ്രതിഭകളെ മറികടക്കുന്നു. ഞാൻ പറഞ്ഞില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ഒരു കഠിനാധ്വാനിയാണ് രഞ്ജിത്ത് എന്തായിരുന്നാലും. ഈ മലയാളത്തിലെ പുതിയ താരോദയമാണെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാന് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ദിലീപേണ്ട ഒരു വളർച്ചയുണ്ട്. നമുക്കൊക്കെ ഭയങ്കരമായിട്ട് പ്രചോദനമുള്ള വളർച്ചയാണ്. ഒരു സല്ലാപം,
ഒരിഷ്ടം, ഒരു പറക്കം തളിക, അതിലിവിടെ ഗ്രാജുവലി അത് കൊണ്ടുവന്ന് മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ ഞാൻ പാലക്കാട് അരോമ, സിനി അരോമ, ന്യൂ അരോമ ഈ 3 തിയേറ്ററുകളും മീശമാധവൻ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞു ഓടിക്കൊണ്ടിരിക്കും. അവരുടെ അടുത്ത് ടിക്കറ്റില്ല. അങ്ങനൊരു ദിലീപേണ്ട വളർച്ചയുണ്ട്. ദിലീപേണ്ട ഓരോ ഇടത്ത് കൂടെ വന്ന് കൃത്യമായിട്ടത് പ്ലാൻ ചെയ്ത് ഇതിലൊക്കെ സംഭാഷണമാണെങ്കിൽ അവരുടെ കല്യാണം ഒരുപാട് നല്ല സിനിമ ദിലീപേണ്ട മെയ് 9 തീയതി ഇറങ്ങുന്ന പ്രിൻസ് ആൻഡ് ഫാമിലിക്കും എന്റെ എല്ലാവരും ആശംസകളും. അതും ആ സിനിമ നല്ലപോലെ നമ്മുടെ സിനിമയിലെ പ്രൊഡ്യൂസറായിട്ടും എക്സിക്യൂട്ടറായിട്ടും ഡിസ്ട്രിബ്യൂട്ടറായിട്ടും കൈവയ്ക്കാത്ത മേഖലകളിൽ എല്ലായിടത്തും വിജയശ്രീലാളിതനായിട്ട് വന്നൊരു വ്യക്തിയാണ്. ദിലീപേണ്ട സിനിമയ്ക്കും എല്ലാവരും ആശംസകളും. അപ്പോ ഈ സിനിമയിൽ എന്നെ ഉൾപ്പെടുത്തിയ അനി മാഡം, സജീവ് സർ, എന്റെ സുഹൃത്തായ അരുൺ വൈഗ, എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ചിത്രം വളരെ വേണ്ടപ്പെട്ടവരാണ് മുന്നിലിരിക്കുന്നത്. ദിലീപേട്ടൻ പ്ലസ് ലിസ്റ്റ്, മനോജേട്ടൻ, അജിത്തേട്ടൻ, ചേച്ചി, സജീവേട്ടൻ, എല്ലാവർക്കും ആശംസകൾ. ഈ സിനിമ ഏറ്റവും മനോഹരമായ സിനിമയായി മാറട്ടെ. അരുൺ വൈഗ വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. അപ്പോൾ അരുണിന്റെ ഏറ്റവും പുതിയ സിനിമയാണ്. അത് ഏറ്റവും നല്ല സിനിമയായി രഞ്ജിത്തിന് പറയുന്ന പോലെ ഇപ്പം താരോദയമാണോ അല്ലേ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നല്ല നടനായി ഉയർത്തുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലൊരു നല്ല സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടുത്തെ നിങ്ങളുടെ പുതിയ സ്ട്രാറ്റജി നല്ലതാണ്. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ശരിക്കും വൈറലാവണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൻ സ്റ്റീഫനെ ഒരിക്കൽ കൂടി വിളിച്ച് ഒരു 10 വാക്ക് സംസാരിപ്പിച്ച് കുറച്ചുകൂടി വൈറലാവാനുള്ള സാധ്യതയുണ്ട്. ലിസ്റ്റിൻ കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് 10 കോമഡി ഇപ്പം തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതാണ് ലിസ്റ്റിനെ വീണ്ടും വേദിയിലേക്ക് വിളിച്ച് സംസാരിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം മറ്റൊരു പരിപാടിയും വേണ്ടി വരില്ല. ലിസ്റ്റിൻ സ്റ്റീഫിന്റെ ഒരു വൈറൽ പ്രസംഗം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. എന്നെ അരുൺ ആണ് ഈ പ്രോഗ്രാമിൽ വിളിച്ചത്. അപ്പൊ അരുണായിട്ട് ചേർന്നിട്ട് പലപ്പോഴും അരുണിനെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ വിളിക്കും. എനിക്ക് പലപ്പോഴും വരാൻ പറ്റാറില്ല. ഇത്തവണ ഇങ്ങനെ എത്താൻ പറ്റിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായും രഞ്ജിത്തിന്റെ സിനിമകളെയും കണ്ടിട്ടുണ്ട്. എനിക്കിഷ്ടമായ സിനിമയാണ് ഗോളം. തീർച്ചയായും രഞ്ജിത്തിന്റെ ഈ സിനിമയും അതുപോലെ തന്നെ വലിയ സക്സസ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ സിജുവും റോണിയും പറഞ്ഞ ഒരു കാര്യത്തിന്റെ പുറകെ തന്നെ ഞാൻ പറയാം. ആ പ്രണയം സിനിമയുടെ ഓഡീഷനിൽ ഞാനും പോയത്. സാറിനെ ഞാൻ കണ്ടായിരുന്നു. സാറ് മോനെ നിനക്കില്ലെന്നും പറഞ്ഞു. അന്ന് ഞങ്ങളെ കാണാത്ത ക്യൂട്ടൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അന്ന് കാണാൻ ക്യൂട്ടുണ്ടായിരുന്ന ബാസിക്കാണ് സാർ ആ റോള് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു ഫ്രാഗ്രന്റ് നേച്ചർ. ശരിക്കും പ്രണയത്തിന്റെ പ്രൊഡ്യൂസേഴ്സ് കൂടിയായിരുന്നു. അപ്പൊ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ ഒരു സ്ഥലത്ത് തന്നെ വരുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യമുണ്ട്. താങ്ക് യു. പിന്നെ ദിലീപന്റെ കൂടെ ഞാനും സിനിമ ചെയ്തിട്ടുണ്ട്. ദിലീപേട്ടൻ ഞങ്ങളുടെ നാട്ടുകാരനാണ്. ഇപ്പൊ ചിലവര് തന്നെ ദിലീപന്റെ പേരും ചേർത്ത് പറയുന്നുണ്ട്. ഞാനായിട്ട് ഉത്തരവാദിയല്ല. ഞാൻ ഇടയ്ക്ക് പറയും ചേട്ടാ, ഞാൻ 10ാം വാർഡ്, ചേട്ടൻ 2ാം വാർഡ് വന്നു ചെങ്ങനാട് പഞ്ചായത്ത്. അപ്പോ അതൊക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ എന്റെ അപ്പനായിട്ട് അഭിനയിച്ച ജോണി ചേട്ടൻ പോയോ? പുള്ളി അടുത്ത അപ്പനാവാൻ പോയോ? ജോണി ചേട്ടനും ഞാനും നമ്മൾ 2-3 സിനിമ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് സിനിമ എന്റെ അപ്പനായിട്ട് അഭിനയിച്ചു. മനോജേട്ടൻ്റെ കൂടെ സിനിമ ചെയ്തിട്ടുള്ള നേരത്തിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അതെ, ആദ്യത്തെ പടത്തിൽ മനോജേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നത്. തീർച്ചയായും അജിതേട്ടന്റെ അടുത്ത പടത്തിൽ ഞാനാണ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. പിന്നെ ഡിസ്റ്റിബായി ആയിട്ട് ചെറുതായിട്ട് അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എന്താല്ലേ, പിന്നെ ലിസ്റ്റിനോട് പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. വിളിക്കുമെന്ന് അറിയാൻ വേണ്ടി ഞാൻ എന്റെ നമ്പർ ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് നമ്പർ ഇത് ചെയ്യുന്നുണ്ട്. പറ്റുള്ളൂ. അപ്പൊ ഈ സിനിമയിൽ പിന്നെ ഒരു മ്യൂസിക് ചെയ്തെങ്കിൽ രാജേഷാണ്. അപ്പോ എന്റെ പുതിയ സിനിമയിലും രാജേഷ് തന്നെയാണ് മ്യൂസിക് ചെയ്യുന്നത്. അപ്പോ രാജേഷിന്റെ അടിപൊളി പാട്ടുകളൊക്കെ ആയിട്ട് ഒരു വൻ പരിപാടിയായി ഈ പടം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത അജിത് സാർ, അടുത്ത ഷാനിഷാക്കി അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇവിടെ നിന്ന് കോക്കോ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. വിളിക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അരുണിന്റെ 3ാമത്തെ പടം, അരുണിന്റെ 2ാമത്തെ സിനിമയിൽ എനിക്കൊരു ചെറിയ റോള് അവൻ തന്നായിരുന്നു.
ചേട്ടൻ അഭിനയിക്കണ്ട, ചേട്ടൻ വന്ന് നിന്നാ മതി, എനിക്ക് ചേട്ടനെ മതി. അപ്പോ ഭയങ്കര ഈസി ആയിരുന്നു, കാരണം അഭിനയിക്കേണ്ട വന്നിട്ടില്ല. മൂന്നാമത്തെ സിനിമയിൽ അവസരം ചോദിച്ചപ്പോൾ വന്നില്ല ചേട്ടൻ ഒറ്റ റോളേ ചെയ്യാൻ പറ്റുന്നത് ഫോട്ടോഗ്രാഫർ മാത്രം, അതുകൊണ്ട് ഇതിനകത്ത് റോളില്ല. ഇപ്പോ അരുണിന്റെ ബ്രദറാണ് ശരിക്കും. അത് അരുണിന്റെ തുടക്കം മുതൽ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. പിന്നെ രഞ്ജിത്തിന്റെ ഫസ്റ്റ് ഫിലിമിന്റെ പ്രൊമോ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ യു ആസ് എ ആക്ടർ ഒത്താണോ ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഇതൊരു നല്ല സിനിമയാവട്ടെ, എല്ലാവർക്കും ഇഷ്ടമാവുന്ന നല്ല സിനിമയാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ സിനിമയുടെ നായകൻ രഞ്ജിത്ത് സജി. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മുടെ പടം UKOKന്റെ ഫസ്റ്റ് പ്രൊമോഷൻ ഇവന്റാണ്. സോ ഇവിടെ വന്ന എല്ലാവർക്കും പ്രത്യേകിച്ച് ഹൃദയം നിറഞ്ഞ നന്ദി. എസ്പെഷ്യലി ദിലീപേട്ട, ബ്ലസി സർ, മനുചേട്ട, ജോൺ ചേട്ട, പിന്നെ ഷറഫ് ബ്രോ, ഷാനി ബ്രോ, എല്ലാവർക്കും. പിന്നെ അരുൺ പറഞ്ഞ പോലെ ആദ്യം ഞാൻ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്ത വ്യത്യസ്തമായിട്ടുള്ള റോളാണ് ഇത് ഡിമാൻഡ് ചെയ്തത് എന്റെ കഴിഞ്ഞ പടങ്ങൾ. എനിക്ക് തോന്നുന്നു കൽബ് ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് സ്ക്രിപ്റ്റ് കേട്ടത്. അപ്പം ആ സമയത്ത് എനിക്ക് കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് റീവർക്ക് ചെയ്ത് ഷൂട്ടിന്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് പുള്ളി എന്നോട് ഒരുപാട് സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു കോൺഫിഡൻസ് തന്നു ഈ റോള് ഉറപ്പായിട്ട് ചെയ്യണമെന്ന്. സോ പിന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്ക് ഉറപ്പായിട്ട് പറയാം, ഇതെന്റെ ഏറ്റവും ചേർത്ത് നിൽക്കുന്ന ഒരു പടം തന്നെയാണ് UKOK. കാരണം എനിക്ക് ശരിക്കും പേഴ്സണലി റിലേറ്റ് ചെയ്ത ഒരു സബ്ജക്ട് കൂടെ ഇപ്പോൾ തിരിച്ചു നോക്കണം. കാരണം ഇപ്പം ഒരു ജസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എസ്പെഷ്യലി നമ്മുടെ യൂത്ത്, ഈ കാലത്തെ യൂത്ത്, ഇവിടെ നിൽക്കുന്ന യൂത്ത്, എല്ലാവർക്കും ആദ്യം പുറത്തു പോയി പഠിക്കാനോ പുറത്തു പോയി ജോലി ചെയ്യാനോ താല്പര്യം. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് അവസരങ്ങളും ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. പക്ഷെ അതൊന്ന് തേടി വരാൻ ഒരു ശ്രമം നടക്കുന്നില്ല. സോ അത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. സോ എനിക്കത് പേഴ്സണലി കണക്ട് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞ പോലെ ഞാൻ ദുബായിലാണ് പഠിച്ചു വളർന്നത്. പക്ഷെ ഞാൻ നേരെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് എൻ്റെ ഒരു പാഷൻ പേഴ്സൺ ചെയ്ത് ഈ ആക്ടിംഗ് മേഖലയിൽ. സോ എനിക്ക് ശരിക്കും റെസനേറ്റ് ചെയ്ത ഒരു സബ്ജക്റ്റാണ്. സോ ഡെഫിനറ്റ്ലി May 23 റിലീസ്. നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം, അതിനോടൊരു വിജയമാക്കണം. സോ അധികം വൈകാതെ see you all in theaters soon. Thank you. താങ്ക് യു സോ മച്ച്. ആൻഡ് ജോർജിയുടെ എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിക്കുന്നു. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഡിയർ, ഓൾ ദി വെരി ബെസ്റ്റ്. അടുത്തതായിട്ട് നമ്മുടെ മൂവിയുടെ നെക്സ്റ്റ് സോങ്ങിലേക്ക് കിടക്കുകയാണ്. ചങ്ക ചങ്ക സോങ്. അടിപൊളി കണ്ണിൽ ഒരു തടി വിലത്ത് വീഴത് കൊടുക്കിടക്കണേ. ചങ്ക 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 ഗോരി ഗോരിക്കണ ചങ്ക ചുമ്മാ 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 മേട മേടക്കണ ചങ്ക 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 ഗോരി ഗോരിക്കണ ചങ്ക ചുമ്മാ 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 മേട മേടക്കണ ചങ്ക. കാറ്റടിച്ചൊരു കുട്ടിയുള്ളിൽ തൂക്കിയിട്ടാണ് മുറിവേറ്റ് വീണൊരു വേദനയിൽ നീറ്റിരിപ്പാണ്. അപ്പൂത്തിയൊരു മോഹമൊക്കെ പൂത്തുലഞ്ഞൊരു കാലമാണ്. ആ തുളസിച്ച് ഓർത്ത് രസിക്കും നേരമായി നല്ല നേരമായി ആഘോഷം ആദേശം ആനന്ദമായി. ചങ്ക 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 ഗോരി ഗോരിക്കണ ചങ്ക ചുമ്മാ 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 വേട വേടക്കണ ചങ്ക 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 ഗോരി ഗോരിക്കണ ചങ്ക ചുമ്മാ 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 വേട വേടക്കണ ചങ്ക.
മാവോളം പാതിയായി കവിഞ്ഞു നെഞ്ചകം കലങ്ങിയാകെ ഒഴിച്ച ഗ്ലാസിലും നിറച്ച സമ്മതം നേരമായി നല്ല നേരമായി നോളുന്നേ നോക്കുന്നേ നീ ഈരൊഴിഞ്ഞൊരു ചാലിനുള്ളിൽ തീർത്തുകൊണ്ടേ വന്നാലും അടിപൊളി നിറഞ്ഞ കണ്ണിൽ മുഖമറിയടേ നിറമെഴുന്നാലും തുളുമ്പി തുളുമ്പിരുന്നാലും ഒരു തരി നിരത്ത് കിടന്നുറക്കിടേ ചങ്ക 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 കൊതി കൊതിക്കണ ചങ്ക ചുമ്മാ 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 എടവെടുക്കണ ചങ്ക 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 കൊതി കൊതിക്കണ ചങ്ക ചുമ്മാ 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 എടവെടുക്കണ ചങ്ക